ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും അഗാപ്പെ ഫാമിലിയിലേക്ക് സ്വാഗതം. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് അനുസരണം എന്നുള്ളത്. പൂർണ്ണമായ അനുസരണം നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു പ്രതീകമാണ്. വചനത്തിൽ പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ യാഗങ്ങൾ കഴിക്കുന്നതിനപ്പുറമായി നാം ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിക്കാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാനും നാം എല്ലാവരും ബാധ്യസ്ഥരാണ്, അല്ലേ? തീർച്ചയായിട്ടും. വചനത്തിൽ നമ്മൾ നോക്കിയാല് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അനുസരിച്ചവരുടെയും അനുസരിക്കാഞ്ഞവരുടെയും. അനുസരിച്ചവർക്ക് ദൈവം കൊടുത്ത പ്രതിഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേപോലെ തന്നെ അനുസരണക്കേട് കാണിച്ചവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും നിന്ദകളും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കർത്താവ് യേശു ക്രിസ്തു, അല്ലെ? ക്രൂശിൽ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗത്സമനയിൽ കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമെന്ന്. അതായത് വളരെ വേദനയേറിയ ഒരു പ്രയാസമേറിയ ഒരു വിഷയത്തിലേക്കാണ് താൻ കയറാൻ പോകുന്നതും താൻ കടക്കാൻ പോകുന്നതും കർത്താവ് യേശുവിന് അറിയാം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം പോലെ അനുസരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന സകല മാനവരാശിയുടെയും പാപത്തിനു വേണ്ടി യാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തു. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി നമുക്ക് വചനത്തിൽ നോക്കുമ്പോൾ ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. ആ നാമത്തെയാണ് നാം എപ്പോഴും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എത്ര വലിയ ശ്രേഷ്ഠമായ പദവിയാണ്, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ്, എന്നാൽ നമുക്കത് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ വിഷയത്തിലും തൊട്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാമിന്റെ ജീവിതം. അതായത് സ്വന്തം ഭവനത്തെയും സ്വന്തം ചാർച്ചക്കാരെയും സ്വന്തം എല്ലാത്തിനെയും വിട്ടിറങ്ങി ഒരു വാക്കനുസരിച്ച് ഇറങ്ങി വരികയാണ്. നിന്നക്കേപ്പെടേണ്ടി വന്നില്ല ഇറങ്ങിയത് കൊണ്ട്, അല്ലെ? അതേപോലെ തന്നെ വളരെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് തന്റെ മകനായ ഇസഹാക്കിനെ ലഭിക്കുന്നത്. ഒരു വാക്ക് പറയുകയാണ്, നിന്റെ മകനെ എനിക്ക് യാഗമായി കഴിക്കുക എന്ന്. എന്നാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നില്ല അവിടെ. അപ്പൊ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് മോറിയമലയിലേക്ക്. യാഗമൃഗം ഇല്ല, സ്വന്തം മകനെയാണ് കൊണ്ടുപോകുന്നത്. ആ അനുസരണം കണ്ടതുകൊണ്ട് വചനം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ അനുസരണം കണ്ടതുകൊണ്ട് നിന്റെ സന്തതിയിൽ കൂടെ ഞാൻ സകല ജാതികളെ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം അബ്രഹാമിന് ലഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ശമൂവേൽ ബാലൻ. ശമൂവേൽ ബാലൻ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവാലയത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്. അതായത് ദൈവം എന്താണെന്നോ ദൈവ ശബ്ദം എന്താണെന്നോ ഒന്നും അറിയത്തില്ല കുഞ്ഞിന്. എന്നാൽ 3 വട്ടം ശമൂവേലെ എന്ന് കേൾക്കുമ്പോൾ ഓടി ഏലിയുടെ അടുത്തേക്കാണ്. അത് അനുസരിക്കാൻ ആ കുഞ്ഞ് ഒരുക്കമാണ്. ആര് വിളിച്ചാലും ഓടി ചെല്ലാൻ ഒരുക്കമാണ്. എന്നാൽ ഏലിക്ക് മനസ്സിലാവുന്ന ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണെന്ന്. അതായത് ആ സമയത്ത് 4ാമത്തെ വെള്ളിയിൽ പറയുന്നു, അടിയൻ ഇതാ, അടിയൻ കേൾക്കുന്നു. അന്ന് ഏൽപ്പിച്ചു കൊടുത്തല്ലേ അനുസരണത്തിന്. ഇസ്രായേൽ ചരിത്രത്തിൽ നോക്കിയാൽ ശമൂവേലിന് അത്രയും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതാണ് അനുസരിച്ചവർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതിഫലങ്ങൾ, അല്ലേ? അതെ. ഇപ്പൊ മഹിമയ ശമൂവേലിന്റെയും ഏലിയുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നതാണ്, ഏലി കഴിഞ്ഞാൽ ആ പൗരോഹിത്യ ശുശ്രൂഷ വരേണ്ടത് ഏലിയുടെ പുത്രന്മാർക്കാണ്, ഹൊഫ്നിക്കും ഫീനെഹാസിനുമാണ്. പക്ഷേ അവർ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് ദൈവത്തിന്റെ ഒരു കൽപ്പനകളും അവരനുസരിച്ചില്ല. അവരനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവർ പട്ടുപോയി. ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാകും, അനുസരിച്ച ശമൂവേലിന്റെ ജീവിതത്തിൽ വന്ന നന്മയും അനുസരിക്കാത്ത ഏലിയുടെ പുത്രന്മാരിൽ വന്ന ദോഷങ്ങളും, അല്ലെ, അവരുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുസരണത്തിന്റെ കാര്യം എപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ച ഒരാളാണ് യോനയുടെ കഥ, അല്ലെ? യോനയോട് ദൈവം പറയുന്നത്, നീ നിനവയ്ക്ക് പോകുക, അവിടെ പോയി ദൈവവചനം പറയുക എന്നുള്ളതാണ്. എന്നാൽ അനുസരണക്കേട് കാണിച്ച് യോന പോകുന്നത് തർസീസിലേക്കാണ്, അല്ലെ? ഈ അനുസരണക്കേടിനപ്പം തന്നെ ദൈവം ഒരു പണിഷ്മെന്റ് കൊടുത്തു. പക്ഷേ തന്റെ തെറ്റ് യോന തിരിച്ചറിഞ്ഞു, അതിൽ പശ്ചാത്തപിച്ചു. യോന തിരിച്ച് വീണ്ടും പറഞ്ഞെടുത്ത് പോയി ദൈവവചനം ശുശ്രൂഷിച്ചു. അതിനാൽ പിന്നീട് യോനയുടെ ജീവിതത്തിൽ നന്മകൾ ലഭിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിയെ ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട്, മോശയുടെ ജീവിതത്തിൽ കുറ്റം ഒന്നുമില്ല, അല്ലെ? മോശയെ പോലെ ദൈവവചനം അനുസരിച്ച് ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് ജീവിച്ചൊരു വലിയൊരു വ്യക്തിത്വമാണ് മോശ എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഇരിക്കെ പോലും മോശയുടെ ജീവിതത്തിൽ ഒരു അനുസരണക്കേട് സംഭവിക്കുകയാണ്. മോശയോട് ദൈവം പറയുന്നത്, നീ പാറയോട് കൽപ്പിക്കൂ. പക്ഷെ മോശ പാറയെ അടിച്ചു.
ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു അനുസരണക്കേട് അവിടെ സംഭവിച്ചു അല്ലെ. അതെ, അതെ, ഇതുപോലെ 1-2 അനുസരണക്കേട് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ട് മാത്രം അതെ. മോശയ്ക്ക് കനാൻ നാട്ടിൽ പ്രവേശനം ലഭിച്ചില്ല. നഷ്ടപ്പെട്ടു പോയി. ദൂരെ നിന്ന് കനാൻ നാട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു, പക്ഷേ പ്രവേശനാനുമതി ദൈവം നൽകിയില്ല. അതെ, ഒരു ചെറിയൊരു അനുസരണക്കേട്, അതെ. പക്ഷേ വാഗ്ദത്തം നഷ്ടമായി ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോയി അല്ലേ. അതെ. അപ്പൊ ഇത് നമ്മുടെ ഇഷ്ടമാണ്. ദൈവവചനം അനുസരിക്കണോ അനുസരിക്കണ്ടായോ, ഇതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളത് നാം തീരുമാനിക്കണം. അതെ, അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ജൂഹി പറഞ്ഞതുപോലെ തന്നെയാണ്, ഇറ്റ്സ് എ ഫ്രീ വിൽ. നമുക്ക് തെരഞ്ഞെടുക്കാനും കർത്താവ് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതെ. നമ്മൾ അനുസരിക്കുന്ന ഒരു കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല വിധത്തിലുള്ള നിന്ദകൾ, ഒറ്റപ്പെടുത്തലുകൾ, ചിലപ്പോൾ അപമാനങ്ങൾ, നമ്മളെ എല്ലാം ഇവരെന്തോ ഇങ്ങനെയെന്ന് ചിലപ്പോൾ സമൂഹം നമ്മളെ കുറ്റപ്പെടുത്താം, നമ്മളെ കുറവുകൾ കാണാൻ വേണ്ടി തന്നെ നമ്മളെ നോക്കിയിരിക്കാം. പക്ഷെ നമ്മൾ സങ്കടപ്പെടരുത്. നമ്മൾ അനുസരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഒരിക്കലും ഉയരത്തിലെ നന്മ കുറഞ്ഞു പോവുകയില്ല, അല്ലെ. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമ്മൾ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം. ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് പിൻപറ്റാം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മാതൃകയോടെ, അനുസരണത്തോടെ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.